അതെ, നേരത്തെ ഇവിടെ പറഞ്ഞു എല്ലാ വാർത്തയും തുല്യ പ്രാധാന്യത്തോടെയാണ് കൊടുക്കുന്നത്, വളരെ നിഷ്പക്ഷമായിട്ടാണ് കൊടുക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ വാർത്തകളെ വളച്ചൊടിക്കുകയും തമസ്കരിക്കുകയും ചെയ്യുന്നത് എന്നതിൻ്റെ ഉദാഹരണം ഇന്നലെ തൃശ്ശൂരിൽ കണ്ടില്ലേ? ഇന്നലെ ഞാനൊരു വിഷ്വൽ കണ്ടു, യാദൃശ്യമായിട്ട് ഓഫീസിലിരിക്കുമ്പോൾ കാണുകയാണ്, ഒരു കുട്ടിയെ മാരകമായിട്ട് തല്ലുന്നതാണ്. മാരകമായിട്ട് തല്ലുന്നത്. അപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് തന്നെ മനസ്സിലാവുന്നില്ല. ഇത് കലോത്സവത്തിലുള്ള അടിയാണെന്നും ഒക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത്. ഈ വലിയ മുട്ടൻ വടികളൊക്കെ ഉപയോഗിച്ച്, കസേരയൊക്കെ ഉപയോഗിച്ച് തല്ലിച്ചിറക്കിയാണ്. പിന്നീടാണ് ഇത് തല്ല് മർദ്ദനമേറ്റത് SFIയുടെ യൂണിറ്റ് സെക്രട്ടറിക്കാണ്, തൃശ്ശൂർ കേരള കോളേജിൽ നിന്ന് അറിയുന്നത്. ഇന്ന് പത്രം കൊടുത്തത് എങ്ങനെയാണ്? ആ പടം, ഈ ഭീകരമായി തല്ലുന്ന പടം കൊടുത്തിട്ട് പറഞ്ഞു SFI KSU സംഘർഷം. അവിടെ തല്ല് കൊണ്ടവനാരാണെന്നും തല്ലിയവനാരാണെന്നും ഇല്ല. തൊട്ടു താഴെ ഒരു ആംബുലൻസിന് നേരെ ആക്രമണം എന്നതിൽ കൃത്യമായിട്ടുണ്ട്. KSU പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസ് SFI പ്രവർത്തകർ തല്ലിയത്. അവിടെ കർത്താവുണ്ട്, കർമ്മമുണ്ട്, എല്ലാമുണ്ട്. നല്ല ഗ്രാമാറ്റിക്കലി കറക്റ്റാ. പക്ഷെ അപ്പുറത്തുള്ളതിലോ ആരെ തല്ലിയെന്നില്ല. അല്ല, മൂന്നാമത്തെ പടം എന്തായിരുന്നു? ഈ ആംബുലൻസിലേക്ക് കൊണ്ടുപോയ, അതിപ്പോൾ പുറത്തു വന്നു. മൂന്നാമത്തെ അല്ല, 2 പടം പുറത്തു വന്നു. മൂന്നാമത്തേത് ഇപ്പോൾ 2 പടം പത്രം പ്രസിദ്ധീകരിച്ചു. പത്രം പ്രസിദ്ധീകരിക്കാത്തൊരു പടം പുറത്തിപ്പോൾ വന്നു. ആംബുലൻസിൽ പോയ KSU പ്രവർത്തകർ ആംബുലൻസിനകത്ത് ആഘോഷിക്കുന്നതാണ് അല്ലേ? ഒരാൾ സ്റ്റാറ്റസ് ഇട്ടെന്ന് പറഞ്ഞു, എന്താണ്, നാം സേഫാണ് അല്ലേ, സേഫാണെന്ന് സ്റ്റാറ്റസ് ഇട്ടതായിട്ട് അറിഞ്ഞു. ആ പടം കണ്ടു. അപ്പോൾ ഇതാണ് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയുന്നതിന് എന്നോട് വിഷമിച്ചിട്ടോ പരിഭവിച്ചിട്ടോ കാര്യമില്ല. ഇത് വസ്തുതയല്ലേ? ഈ കാര്യം ശരിയല്ലേ? ഇനി ഞാൻ നേരത്തെ പറയാൻ ഒരു കാര്യം കൂടി വിട്ടുപോയി. ഈ മഴനിഴൽ പ്രദേശമാണ്, അവിടെ മഴവെള്ള സംഭരണി നടക്കുമോ എന്ന് ചോദിക്കുന്ന പലരുണ്ടല്ലോ. അവരോടാണ് ഞാൻ അഹല്യയുടെ കാര്യം പറഞ്ഞത്. അഹല്യയിൽ മഴവെള്ള സംഭരണി ഉണ്ടെന്ന് മാത്രമല്ല, മലയാള മനോരമയുടെ പലതുള്ളി പുരസ്കാരം കൊടുത്തത് അതിനാണ് താനും. ആ കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ മഴവെള്ള സംഭരണി ഉണ്ടാവും, മഴവെള്ളം സംഭരിക്കാൻ പറ്റും, അതിന് പുരസ്കാരവും കിട്ടാൻ പറ്റിയ സ്ഥലമാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ, അർദ്ധസത്യങ്ങൾ, സമ്പൂർണ്ണ വ്യാജം എന്നിവ ഇപ്പോഴും ആസൂത്രിതമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഈ കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ ഒരിക്കൽ കൂടി നിങ്ങളെ കാണാം എന്ന് തീരുമാനിച്ചത്. ഇത് എത്രത്തോളം നിങ്ങൾ കൊടുക്കുമെന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം പാലക്കാട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്, ഇതിനെതിരായ എല്ലാ വാർത്തകളും 1-ാം പേജിലും സംസ്ഥാനത്താകെയും കൊടുത്ത ഒരു പത്രം ജില്ലാ പേജിൽ മുക്കുകയാണ് ചെയ്തത്. അപവാദം സംസ്ഥാനത്ത് എല്ലാവരും അറിയണം, മറുപടി ആരും അറിയരുത്. ഇപ്പോൾ കൊടുത്തു എന്ന് വരുത്താൻ ജില്ലാ പേജിൽ കൊടുത്തു. ഇത് എനിക്കെന്തെങ്കിലും പ്രത്യേകിച്ച് വിരോധമുള്ളത് കൊണ്ടല്ല, വസ്തുതയായിട്ട് പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇതാണ് അനുഭവം. പിന്നെ ആ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിയത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചായിരുന്നു പ്രധാനമായിട്ടും. വളരെ നിർഭാഗ്യകരവുമാണ് അങ്ങനെ ഒരു സമീപനം മാധ്യമങ്ങൾ സ്വീകരിക്കുന്നു എന്ന്. എല്ലാവരും എന്നല്ല, ചിലർ ന്യായമായ സമീപനം സ്വീകരിച്ചിട്ട്, പക്ഷേ നല്ലൊരു പങ്ക് അങ്ങനെ ആയിരുന്നില്ല സ്വീകരിച്ചത്. അത് ആമുഖമായിട്ട് പറയാതെ നിർവാഹമില്ല. അതുകൊണ്ട് ഇതും നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും സാമൂഹിക മാധ്യമങ്ങളിലൂടെ ജനങ്ങളിൽ എത്തുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് പറയുന്നത്. പിന്നെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് ഒരു രേഖ പുറത്തുവിട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞതായിട്ട് അറിഞ്ഞു, ഈ എഥനോൾ നിർമ്മാണശാല അനുവദിക്കാനുള്ള തീരുമാനം കൂടിയാലോചനയില്ലാതെയാണ്, അതിൻ്റെ തെളിവ് നാളെ പുറത്തുവിടും എന്ന് ഇന്നലെ പ്രഖ്യാപിച്ചതായിട്ട് കണ്ടു. പിന്നെ ക്യാബിനറ്റ് രേഖ വലിയ തെളിവായിട്ട് അദ്ദേഹം പുറത്തുവിട്ടു. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൊരു അഭ്യർത്ഥനയാണ്, നിങ്ങളെല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്, നെറ്റും ഉണ്ട്. അപ്പോൾ document.kerala.gov.in എന്ന വെബ്സൈറ്റ് ഒന്നിപ്പോൾ തുറക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. document.kerala.gov.in ഫ്രം ഡേറ്റ് ടു ഡേറ്റ്, രണ്ടും ജനുവരി 16, 2025 എന്ന് കൊടുക്കുക. ജനുവരി 16, 2025. ഡോക്യുമെന്റ് ടൈപ്പ് കാണും, അതിൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ എന്ന് സെലക്ട് ചെയ്യുക. മന്ത്രിസഭാ തീരുമാനങ്ങൾ സെലക്ട് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിന് നൽകിയ മന്ത്രിസഭാ അനുമതിയുടെ സർക്കാർ ഉത്തരവ് ലഭിക്കും. അത് ഡൗൺലോഡ് ചെയ്താൽ 3-ാമത്തെ പേജ് മുതൽ മന്ത്രിസഭാ യോഗത്തിൻ്റെ നടപടിക്കുറിപ്പുകൾ, ക്യാബിനറ്റ് നോട്ട് കാണാൻ പറ്റും. അതായത് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് പുറത്തുവിട്ട രേഖ 16-ാം തീയതി ഈ ഉത്തരവ് ഇറങ്ങിയപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ഇന്ന് 29, 13 ദിവസമായിട്ട് വെബ്സൈറ്റിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടിക്കാണും. ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാം നേരത്തെ ഇത് കണ്ടു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ
ഇങ്ങനെ ലഭിക്കുമെന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും. എന്നിട്ടും അത് വലിയ വാർത്തയായിരുന്നു. അദ്ദേഹം എന്തോ ഒരു തെളിവ് പുറത്തുവിട്ടതായിട്ട്. ഇതാണ് രഹസ്യരേഖ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചത്. ഇത് LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നയുടൻ 2016 ജൂലൈ 20 അന്നത്തെ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് മന്ത്രിസഭാ യോഗത്തിന്റെ നടപടിക്രമവും കുറിപ്പും ഉൾപ്പെടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. അത് പ്രകാരം ഇതെല്ലാം ലഭ്യമാണ്. അപ്പോൾ സർക്കാർ കഴിഞ്ഞ 8 വർഷമായിട്ട് 9 വർഷമായിട്ട് ഈ നടപടിക്കുറിപ്പുകൾ ലഭ്യമാക്കുന്നു. ആ നടപടിക്കുറിപ്പാണ് അദ്ദേഹം വലിയ തെളിവായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ആദ്യം തന്നെ അത് പറയട്ടെ. ഇനി അത് വ്യക്താക്കുന്നത് എന്താ? അദ്ദേഹത്തിന്റെ തന്നെ ഇതുവരെയുള്ള എല്ലാ ആരോപണങ്ങളെയും പരാജയപ്പെടുത്താണ്. അതീവ രഹസ്യം, സർക്കാരിന് ദുരൂഹതയുണ്ട്, മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. ക്യാബിനറ്റ് നോട്ട് അതുപോലെ ലഭ്യമാവുകയല്ലേ? ഇത്ര സുതാര്യമായിട്ട് ഏത് ഗവൺമെന്റാണ് ഏത് കാലത്താണ് ചെയ്തിട്ടുള്ളത്? ഇനി പഴയ ആരോപണം അദ്ദേഹം ആവർത്തിക്കുന്നു. അദ്ദേഹം മുൻ പ്രതിപക്ഷ നേതാവും. ആരാണ് കൂടുതൽ തവണ ആരോപിക്കുന്നത് എന്നത് ഞാൻ എണ്ണിയിട്ടില്ല. രണ്ടുപേരും മത്സരിച്ചാണല്ലോ, അതുകൊണ്ട് രണ്ടുപേരും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒറ്റ കമ്പനി മാത്രം അറിഞ്ഞു നയം മാറിയത്, വേറെ ആരും അറിഞ്ഞില്ല. ഇങ്ങനെ കൂസലില്ലാതെ കള്ളം പറയാമോ? അതൊരിക്കൽ പൊളിഞ്ഞാലെങ്കിലും ഒരല്പം ജാള്യം ഉണ്ടാവണ്ടേ? 2022-23 മദ്യനയം, ആ മദ്യനയത്തിന്റെ ആമുഖത്തിൽ എന്താ പറഞ്ഞത്? ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഞാൻ കോട്ടിയാണ്. മാത്രമല്ല, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുവായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പൂർണ്ണമായി സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. കേരളത്തിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൽ നല്ലൊരു പങ്കും സംസ്ഥാനത്തിന് പുറത്തുള്ള മദ്യ ഉൽപാദന കമ്പനികൾ കേരളത്തിലെ ഡിസ്റ്റിലറികളിലൂടെ ടൈഅപ്പ് വഴി നിർമ്മിക്കുന്നതാണ്. ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടാകേണ്ട വരുമാനവും തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുകയാണ്. കേരളത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമോ ബിയറോ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള പരിഹാരം കേരളത്തിൽ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുക എന്നിവയാണ്. അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഇത് 2022-23 മദ്യനയത്തിന്റെ ആമുഖം. മദ്യനയം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് സംബന്ധിച്ച് പ്രസ്താവന പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഇറക്കിയിട്ടുള്ളതാണ്. എന്നിട്ട് അവർ പറയാണ് ഈ നയം മാറ്റം ആരും അറിഞ്ഞില്ല, ഒരു കമ്പനി മാത്രം അറിഞ്ഞു. പച്ചക്കള്ളമല്ലേ ഇത്? അതോ ഒരു സിനിമയിൽ ഇന്നസെന്റ് പറഞ്ഞതുപോലെ എന്നാൽ എനിക്കതൊന്നും ഓർമ്മയില്ല എന്നാണോ പ്രതിപക്ഷ നേതാവിൻ്റെയും മുൻ പ്രതിപക്ഷ നേതാവിൻ്റെയും നിലപാട്? അവരവർ പറഞ്ഞതെങ്കിലും ഓർമ്മ വേണ്ടേ? ഈ നയത്തെക്കുറിച്ച് അവരുടെ പ്രസ്താവനയുണ്ടല്ലോ, അത് രേഖയിലുള്ളതല്ലേ? ഇത് 2022-23 മദ്യനയാണ്. 23-24 മദ്യനയത്തിന്റെ ആമുഖം പാര 8, സംസ്ഥാനത്തിനാവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും സംസ്ഥാനത്തിനുള്ളിൽ തന്നെ നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. മനസ്സിലായില്ലേ എന്താ മറച്ചു വെച്ചിട്ടുള്ളത്? എന്ത് രഹസ്യാത്മകതയാണ് ഇതിലുണ്ടായിട്ടുള്ളത്? ഇതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും മദ്യത്തിന്റെ കയറ്റുമതിയിലൂടെ കൂടുതൽ വരുമാനം കണ്ടെത്തുവാനും സാധിക്കും. തുടർന്ന് പറയുന്നു, സംസ്ഥാനത്ത് മദ്യോൽപാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇറക്കുമതി ചെയ്യുകയാണ്. സംസ്ഥാനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും. പാര 9, 23-24 പാര 9, ധാന്യേതര കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിശ്ചിത വീര്യത്തിൽ വീഞ്ഞ് സംസ്ഥാനത്തിനകത്ത് തന്നെ എക്സൈസ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച് KSBCയുടെ ചില്ലറ വിൽപ്പനശാലകളിലൂടെ വിപണനം നടത്താനും ഇത്തരത്തിൽ നിർമ്മിക്കുന്ന വീഞ്ഞിന് സാധ്യമായ മറ്റു വിപണികൾ കൂടി കണ്ടെത്താനും ശ്രമിക്കും. പിന്നെ പാര 24, സംസ്ഥാനത്ത് മദ്യോൽപാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും. ആയതിന് തയ്യാറാകുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും. എങ്ങനെയാണ് ഇതാരും അറിഞ്ഞില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ്, പ്രതിപക്ഷത്തിന്റെ കുഴപ്പമാണ്. അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല, അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇതിലുണ്ട്, എൻ്റെ കയ്യിൽ അവർ ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇനി 2023-24 മദ്യനയം പ്രസിദ്ധീകരിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവുണ്ട്. ആ ഉത്തരവ് നമ്പർ 32, സംസ്ഥാനത്ത് വിദേശ മദ്യത്തിന്റെ ഉൽപ്പാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സർക്കാർ ഉത്തരവാണ്. 22-23 മദ്യനയ ഉത്തരവിലെ നമ്പർ 22, നിലവിലുള്ള നിയമം അനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് ബ്രൂവറി ലൈസൻസ് അനുവദിക്കും. ആരും അറിയാതെ ചെയ്ത കാര്യമാണോ? 22-23 മദ്യനയ ഉത്തരവിലെ നമ്പർ 24, കേരളത്തിലെ തനത് കാർഷികോൽപ്പന്നങ്ങളിൽ ധാന്യങ്ങൾ ഒഴികെയുള്ളതിൽ നിന്ന് വൈൻ നിർമ്മിക്കുന്നതിന് അനുവാദം നൽകും. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് പറയാണ്, അതുപോലെ മുൻ പ്രതിപക്ഷ നേതാവും പറയാണ്, ഇതാരും അറിഞ്ഞില്ല, മദ്യനയത്തിലെ മാറ്റം ഇവർ മാത്രമാണ് അറിഞ്ഞത് എന്ന്. ഇവർ തന്നെ പ്രസ്താവന ഇറക്കിയിട്ട് അവരിപ്പോൾ പറയുന്നു അറിയില്ല. അത്ര സത്യസന്ധതയില്ലാതെ സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ഇവർ. പിന്നെ
ഇതിൽ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും. ഞാൻ ഇപ്പോൾ വിശദീകരിക്കാത്ത ചോദ്യം വരുമ്പോൾ പറയാമെന്ന് വെച്ചാൽ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം എല്ലാം വായിച്ചു. അപ്പോൾ അതിലിങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയാം. പിന്നെ മുൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇത് ഒരു അപേക്ഷ ഈ കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ട് എഴുതി വാങ്ങി നേരെ മന്ത്രിസഭയിൽ കൊണ്ടുപോയി വെച്ചു, പാസ്സാക്കി. അല്ലേ? അങ്ങനെയല്ലേ അദ്ദേഹം പറഞ്ഞത്. പിന്നെ അതീവ തിടുക്കത്തിലാണ് ഇത് കൊടുത്തത്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ മുഴുവൻ നാൾ വഴിയുണ്ട്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ ലഭിക്കുന്നത് 30/11/2023. 30/11/2023 അല്ല, സർക്കിൾ ഇൻസ്പെക്ടർ അവിടെയാണ് അപേക്ഷ കൊടുക്കുക. ശരിയായ രീതിയിലാണിത് അപേക്ഷ വന്നത്. മന്ത്രിക്കല്ല അപേക്ഷ വന്നത്. 10 ഘട്ട പരിശോധന പിന്നിട്ടിട്ട് 16/1/2025 ക്യാബിനറ്റ് അനുമതി കൊടുക്കുക. 10 ഘട്ടങ്ങളിലായ പരിശോധനയുണ്ട്. 14 അതും പ്രാരംഭാനുമതിയാണ്. അതിന് 14 മാസം എടുത്തു. പ്രാരംഭാനുമതി കൊടുക്കാൻ 14 മാസം എടുത്തു. 10 ഘട്ടങ്ങളിലെ പരിശോധന. ഒരു ഘട്ടവും മറികടന്നിട്ടില്ല. മാത്രമല്ല 16/3/2024 സർക്കാരിൻ്റെ മുമ്പിൽ, മന്ത്രിയുടെ മുമ്പിൽ ഇത് വന്നപ്പോൾ ജലലഭ്യത സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ട് തിരിച്ചയച്ചു റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ട് എക്സൈസ് കമ്മീഷണർ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 16/1 അനുമതി കൊടുത്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ എക്സൈസ് വകുപ്പിന് കൊടുക്കാമായിരുന്നത് മന്ത്രിസഭയിൽ കൊണ്ടുപോയി മന്ത്രിസഭാനുമതിയായിട്ടാണ് കൊടുത്തത്, മന്ത്രിസഭാ തീരുമാനമായിട്ടാണ് കൊടുത്തത്. അത്രയും സുതാര്യമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് ആരും അറിഞ്ഞില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 10 ഘട്ടങ്ങൾ മുഴുവൻ വിശദാംശങ്ങളും എൻ്റെ കൈവശമുണ്ട്. പിന്നെ വെള്ളമാണല്ലോ വേറൊരു പ്രശ്നമായിട്ട് പറയുന്നത്. വെള്ളത്തിൻ്റെ കാര്യത്തിൽ തെറ്റായ പ്രചരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രചരണം പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട്. പാലക്കാട്ടെ പത്രസമ്മേളനത്തിൽ അസന്നിഗ്ധമായി ആവർത്തിച്ച് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു: ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല എന്നത്. അത് ആവർത്തിക്കുകയാണ് ഞാൻ. പക്ഷെ മാധ്യമങ്ങൾ ആ കാര്യത്തിന് പ്രാധാന്യമേ കൊടുത്തില്ല. കാരണം അത് ആ ഒരു ആശങ്ക നിൽക്കട്ടെ എന്നാണോ കരുതുന്നത് എനിക്കറിഞ്ഞൂടാ. ഒരാശങ്കയുടെ അടിസ്ഥാനമില്ല. ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ മലമ്പുഴ ഡാമിൻ്റെ സംഭരണശേഷി എത്ര? 2,23,000 ദശലക്ഷം ലിറ്ററാണ്. 2,23,000 ദശലക്ഷം ലിറ്റർ. പാലക്കാട് നഗരസഭയ്ക്കും പിരായിരി പഞ്ചായത്തിന് ഭാഗികമായും വെള്ളം നൽകുന്നതിന് ഒരു ദിവസം ആവശ്യം 45 ദശലക്ഷം ലിറ്ററാണ്. 45 ദശലക്ഷം. അപ്പോഴാണ് ഒരു പത്രം വാർത്ത കൊടുത്തത് ഒരു 0 കൂട്ടിക്കൊടുത്തു, 400 ദശലക്ഷം ലിറ്റർ. ഇതെല്ലാം ആധികാരികമായിട്ട് കണക്കുള്ളതാണല്ലോ. 45 ദശലക്ഷം ലിറ്ററാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് പൂർണ്ണമായിട്ടും പിരായിരിക്ക് ഭാഗികമായിട്ടും വെള്ളം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഒരു 0 കൂട്ടിച്ചേർത്തു എന്ന് മാത്രമല്ല, 3 കണക്ക് 3 യൂണിറ്റിൽ കൊടുത്തു. ഇപ്പോൾ ക്യൂബിക് മീറ്ററിൽ ഒരു കണക്ക് കൊടുത്തു. മലമ്പുഴയിലെ സംഭരണ ശേഷി ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്ററാണ്. അത് ആൾക്കാർക്ക് സാധാരണ ആർക്കും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ സംഭരണശേഷി കുറച്ച് കാണിക്കുന്ന തരത്തിൽ കണക്ക് കൊടുത്തു. നഗരസഭയ്ക്കുള്ള വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞില്ലേ, കൂട്ടിക്കാണിച്ചു. 45 ദശലക്ഷം ലിറ്റർ, 400 ദശലക്ഷം ലിറ്റർ എന്ന് കാണിച്ചു. പിന്നെ കമ്പനിക്ക് വേണ്ടത് 10 ലക്ഷം ലിറ്റർ എന്ന് കാണിച്ചു. ഒരു ഭീതി ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ കണക്കുകൾ നമുക്ക് നോക്കാമല്ലോ. പാലക്കാട് നഗരസഭയ്ക്കും പിരായിരിക്കും ഭാഗികമായിട്ട് കൊടുക്കുന്നു. പിന്നെ പുതുപ്പരിയാരം, അകത്തേത്തറ, മരുതറോഡ് പഞ്ചായത്തുകൾക്ക് പൂർണ്ണമായും, മുണ്ടൂരിന് ഭാഗികമായും വെള്ളം കൊടുക്കുന്നു. ഇതിനെല്ലാം കൂടി ദിനംപ്രതി ആവശ്യം 21.5 ദശലക്ഷം ലിറ്ററാണ്. പുതുശ്ശേരിക്ക് വേണ്ടി 5 ദശലക്ഷം ലിറ്ററിൻ്റെ പദ്ധതി പുരോഗമിക്കുന്നു. ഇനി ഇതെല്ലാം കൂടി ചേർത്താൽ, പുരോഗമിക്കുന്നത് കൂടി ചേർത്താലും പ്രതിദിനം ആവശ്യമായി വരുന്നത് 81.5 ദശലക്ഷം ലിറ്റർ മാത്രമാണ്. 81.5 ദശലക്ഷം ലിറ്റർ. മഴക്കാലത്ത് ഇതേ അളവിൽ വെള്ളം ആവശ്യമായിട്ട് വരില്ല. കാരണം ഇത്രയും വെള്ളം മഴക്കാലത്ത് കൊടുക്കേണ്ടി വരില്ല. ഇനി അങ്ങനെ കൊടുക്കണമെന്ന് തന്നെ കണക്കാക്കുക. വാദത്തിന് വേണ്ടി മഴക്കാലത്തും ഇത്രയും വെള്ളം ആവശ്യമാണ് എന്ന് കണക്കാക്കിയാലും 81.5 × 365 എത്ര വെള്ളം വരും? 29,747.5 ദശലക്ഷം. 29,747.5 ദശലക്ഷം. അതായത് ഒരു വർഷം കുടിവെള്ളത്തിന് ആവശ്യമായിട്ട് വരുന്നത് ഒറ്റത്തവണ സംഭരിക്കുന്ന വെള്ളത്തിൻ്റെ 13.16% മാത്രമാണ്. ഇതൊക്കെ ആധികാരികമായ കണക്കുകളാണ്. 13.16% വെള്ളം മാത്രമാണ്. കുടിവെള്ളത്തിന് പരമാവധി 96 ദശലക്ഷം ലിറ്ററാണ് മലമ്പുഴ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ജലദൗർലഭ്യം കൊണ്ട് മലമ്പുഴ ഡാമിൻ്റെ പ്രവർത്തനം നിർത്തേണ്ടി വന്നിട്ടില്ല, വെട്ടിക്കുറയ്ക്കേണ്ടിയും വന്നിട്ടില്ല. കൃഷി ആവശ്യത്തിന് സാധാരണ വെള്ളം കൊടുക്കുന്നത് നവംബർ മുതൽ ഫെബ്രുവരി 15 വരെയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ വെള്ളത്തിനും ദൗർലഭ്യം നേരിട്ടിട്ടില്ല. ഇനി ഈ പ്ലാന്റിന്, എത്തനോൾ നിർമ്മാണശാലയ്ക്ക് ആവശ്യമായി വരുന്ന വെള്ളം എത്രയാണ്? തുടക്കത്തിൽ 0.05 ദശലക്ഷം ലിറ്റർ. 0.05 ദശലക്ഷം.
പൂർണ്ണ തോതിലായാൽ വേണ്ടത് 0.5 ദശലക്ഷം ലിറ്റർ. ഫുൾ കപ്പാസിറ്റിയിൽ വരുമ്പോൾ 0.5 ദശലക്ഷം ലിറ്റർ. അതായത് പാലക്കാട് നഗരത്തിന് മാത്രം വേണ്ട വെള്ളത്തിൻ്റെ 1.1% മാത്രമാണ് ഈ പ്ലാന്റിന് ആവശ്യമായി വരുന്ന വെള്ളം. ആകെ വെള്ളം ഞാൻ പറഞ്ഞത്. ഈ പ്ലാന്റിന് ആകെ വേണ്ടി വരുന്ന വെള്ളം പാലക്കാട് നഗരത്തിന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ 1.1%. അതും ഫാക്ടറി പൂർണ്ണ തോതിലാകുമ്പോഴേ അത് വരൂ. ജല അതോറിറ്റി കമ്പനിക്ക് ആവശ്യമായ വെള്ളം അധികം പ്രത്യേകമായി നൽകുന്നല്ല പറഞ്ഞിട്ടുള്ളത്. മലമ്പുഴയിൽ നിന്ന് കിൻഫ്രയിലേക്ക്, മലമ്പുഴ ഡാമിൽ നിന്ന് കിൻഫ്രയിലേക്കും പാലക്കാട് IITയിലേക്കും പ്രതിദിനം 10 ദശലക്ഷം ലിറ്റർ വെള്ളം എത്തിക്കുന്ന പദ്ധതി പുരോഗമിക്കുകയാണ്. 10 mld വെള്ളം പ്രതിദിനം കൊടുക്കാനുള്ള ധാരണയുണ്ട്, കരാറുണ്ട്. ആ വെള്ളം എത്തിക്കാനുള്ള പദ്ധതി പുരോഗമിക്കുകയാണ്. ഈ ലൈനിൽ നിന്ന് ഈ കമ്പനിക്ക് കൂടി വെള്ളം ലഭ്യമാക്കുന്നതാണ്. കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ നിന്ന് ഇവർക്ക് കൊടുക്കുന്നതെന്നാണ്. 10 ദശലക്ഷം ലിറ്ററാണ് കിൻഫ്രയ്ക്ക് കൊടുക്കാനുള്ള കരാർ. 10 ദശലക്ഷം കിൻഫ്രയ്ക്കും IITക്കും. ഇവർക്ക് ആവശ്യം വരുന്നത് എത്ര? പൂർണ്ണ തോതിലായാൽ 0.5 ദശലക്ഷം ലിറ്റർ. അപ്പോൾ മലമ്പുഴയിൽ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ധാരണയുണ്ട്. ഇനി ആ ധാരണ എന്നുണ്ടാക്കിയതാണ് അതുകൂടി നമുക്ക് നോക്കാം. ഇത് 31/1/2015 ആണ് കിൻഫ്രയ്ക്ക് 10 ദശലക്ഷം ലിറ്റർ വെള്ളം മലമ്പുഴയിൽ നിന്ന് കൊടുക്കാനുള്ള തീരുമാനമുണ്ടാവുന്നത്. അന്നാരാ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? 31/1/2015 ഉമ്മൻചാണ്ടി, ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലത്ത് എടുത്ത തീരുമാനം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇൻ ദ മീറ്റിംഗ് ചെയർഡ് ബൈ ദ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓൺ 15 സെപ്റ്റംബർ 2011 അറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് ഹാൾ, അതായത് 2011 സെപ്റ്റംബർ 15 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധ്യക്ഷനായ മീറ്റിംഗിൽ എടുത്ത തീരുമാനമാണ് കിൻഫ്രയ്ക്ക് വ്യവസായ ആവശ്യത്തിന് 10 ദശലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കണം എന്നത്. It was decided that irrigation department will allow Kinfra to draw 10 mld water from the Malambura Dam to Palakkad Industrial Water Supply Scheme. Further allotment will be taken after assessing the availability of water. അതായത് 10 ലക്ഷം mld കൊടുക്കാൻ 10 mld കൊടുക്കാൻ തീരുമാനിച്ചു. ബാക്കി വെള്ളത്തിൻ്റെ ലഭ്യത അനുസരിച്ച് പിന്നെ കൂട്ടണമെന്നുള്ള കാര്യം തീരുമാനിക്കാം. ഇവിടെ ഈ 10 mld നിന്ന് ആണ് കൊടുക്കുക എന്ന് ഇറിഗേഷൻ മിനിസ്റ്റർ തന്നെ വ്യക്തമാക്കി. ഇവർക്ക് ആവശ്യം എത്ര? 0.5 mld ആണ്. 0.5 mld ആണ്. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് അതിരുണ്ട്. സത്യം എന്ന് പറഞ്ഞാൽ അത് എക്കാലത്തും മൂടി വെക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇതാണ് മലമ്പുഴ ഡാമിലെ വെള്ളത്തിൻ്റെ സ്ഥിതി. പിന്നെ ഇത് മാത്രമല്ല, ഡാമിലെ വെള്ളം മാത്രമല്ല, കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട് മഴവെള്ള സംഭരണി. 5 ഏക്കറിൽ മഴവെള്ള സംഭരണി ഈ പ്ലാന്റിന് വേണ്ടി, എത്തനോൾ പ്ലാന്റിന് വേണ്ടി നിർമ്മിക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുമുണ്ട്. അതായത് പദ്ധതിയുടെ പ്രപ്പോസലിൽ തന്നെ ഉണ്ട്. അപ്പം മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യമാണ്, മഴനിഴൽ പ്രദേശത്ത് എന്ത് മഴവെള്ള സംഭരണി? അവിടെ എങ്ങനെ മഴവെള്ളം സംഭരിക്കാൻ പറ്റും? ഈ കാര്യത്തിന് ഞാൻ പാലക്കാട്ട് പത്രസമ്മേളനത്തിൽ വ്യക്തത വരുത്തിയതാണ്. ഒരാളും വാർത്തു കൊടുത്തുമില്ല, ചോദിച്ചതുമില്ല. എന്താണെന്നറിയാമോ? ഇതിനേക്കാൾ കുറച്ചുകൂടി ഈ വെള്ളത്തിന് ക്ഷാമമുള്ള പ്രദേശത്താണ് അഹല്യ നിൽക്കുന്നത്. അഹല്യ വടകരപ്പതി, എലപ്പുള്ളി പഞ്ചായത്തുകളിലായിട്ടാണ്. ഈ 2 പഞ്ചായത്തുണ്ട്. അവിടെ 12 റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫാമുകളുണ്ട്. 12 എണ്ണം. ഓരോന്നിൻ്റെയും കപ്പാസിറ്റി 2 കോടി ലിറ്ററാണ്. 2 കോടി ലിറ്റർ. 5 ഏക്കർ മുതൽ 6.5 ഏക്കർ വരെ ഓരോന്നുമുണ്ട്. അപ്പോൾ 24 കോടി ലിറ്റർ വെള്ളം സംഭരിക്കുന്നത് ഈ വടകരപ്പതി എന്ന് പറഞ്ഞാൽ പുള്ളി പോലെയല്ല വടകരപ്പതി, ചിറ്റൂർ താലൂക്കിലാണത്. രൂക്ഷമായിട്ടുള്ള വെള്ളക്ഷാമം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. അവിടെയും ഈ എലപ്പുള്ളിയിലും കൂടി 2 പഞ്ചായത്തിലായിട്ടാണ് അഹല്യ ക്യാമ്പസ് കിടക്കുന്നത്. 24 കോടി ലിറ്റർ സംഭരിക്കുന്നുണ്ട്. ബോട്ടിങ്ങും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതല്ല അതൊക്കെ. അപ്പോൾ 24 കോടി ലിറ്റർ വെള്ളം അവിടെ സംഭരിക്കുന്നുണ്ട്. ഇനി കിൻഫ്രയുടെ തന്നെ ഉണ്ട്. കിൻഫ്രയുടെ മഴവെള്ള സംഭരണി ഉണ്ട്. ഇതേ മേഖലയിലുണ്ട്. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കിൻഫ്രയുടെ മഴവെള്ള സംഭരണി ഉണ്ട്. അപ്പം ഞാനിത് പറഞ്ഞിരുന്നു, പക്ഷേ ആ ചോദ്യം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവിനെയും മാധ്യമപ്രതിനിധികളെയും നമുക്ക് ആ മഴവെള്ള സംഭരണി കാണാൻ പോകാൻ ക്ഷണിക്കുകയാണ്. ഫെബ്രുവരി 17 ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കും. എങ്ങനെയാണ് വരാൻ താല്പര്യമുള്ള എല്ലാവർക്കും വരാം. കാരണം ഇതൊരു തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ടാണല്ലോ. നിങ്ങൾ ഈ വാർത്ത ഇങ്ങനെ ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. പാലക്കാട്ട് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു, നിങ്ങളൊന്ന് പോയിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ മഴവെള്ള സംഭരണം നടക്കുമോ? 2ഉം കാണാം. അതെ, 2ഉം കാണാം. വരാൻ തയ്യാറാവണം. ഈ വസ്തുതയായിട്ട് അംഗീകരിക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിട്ട് കാണാം. ഞാൻ പറയാം, ചോദ്യം അവസാനമാവാ. എന്താ കാരണം എന്നറിയാമോ?
ഓ ശരി, എന്നാ ഞാൻ വിനീതമായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അത്രേ ഉള്ളൂ. ക്ഷണി വേണ്ട, ധൈര്യം വേണ്ട. അത് പിൻവലിച്ചു. ഞാൻ വിനീതമായി നിങ്ങളെ ക്ഷണിക്കുകയാണ്, വരാമോ? വിനീതമായി ക്ഷണിക്കുകയാണ്, വരാമോ? അല്ല ശരി, ഞാൻ ശ്രീജിത്ത് പറഞ്ഞത് അത് പിൻവലിച്ചല്ലോ. ശരി, നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് അത് പിൻവലിച്ചു. എൻ്റെ അഭ്യർത്ഥന മാനിച്ച് നിങ്ങൾ വരുമോ? വരാൻ തയ്യാറാണോ? എന്നാൽ നമുക്ക് 17-ാം തീയതി പോകാം. അപ്പൊ 17-ാം തീയതി നമുക്ക് ഈ ചിറ്റൂരിലും അല്ലെങ്കിൽ എലപ്പുള്ളിയിലും വടകരപ്പതിയിലും മഴവെള്ള സംഭരണം നടക്കുമോ എന്ന കാര്യം നേരിട്ട് പോയി ഉറപ്പുവരുത്താം. 17-ാം തീയതി, ഫെബ്രുവരി 17-ാം തീയതി നേരിട്ട് നമുക്ക് ഉറപ്പുവരുത്താം. ഇത് നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തെ ക്ഷണിച്ചു, പിന്നെ തീർച്ചയായിട്ടും രണ്ടുപേരെയും ക്ഷണിക്കാം. ആർക്കെല്ലാം വരണോ അവർക്കൊക്കെ വരാം. ശരി, നമ്മൾ ചോദ്യങ്ങളിലേക്ക് വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ അതാണ് വെള്ളത്തിന്റെ കാര്യം. പിന്നെ സ്പിരിറ്റിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. കേരളത്തിലേക്ക് വരുന്നതേ 4200 കോടി രൂപയുടെ സ്പിരിറ്റാണ്. ഇനി ഈ എത്തനോളിന്റെ ഡിമാൻഡ് കൂടി വരുമ്പോൾ 4200 കോടി രൂപയുടേതാണ് കേരളത്തിലേക്ക് വരിക. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്ര, 2ാം സ്ഥാനത്ത് കർണാടകയിലെ ഒരു മന്ത്രിക്ക് സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റിന് സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിനോടൊന്നും മുൻ പ്രതിപക്ഷ നേതാവോ പ്രതികരിച്ചിട്ടേയില്ല. അവരോട് ആരോടും ചോദ്യവുമില്ല. അങ്ങനെ ഒരു സൗകര്യം അവർക്കുണ്ട്. ഇതിനൊന്നും അവർ മറുപടി പറയേണ്ട കാര്യമില്ല. അപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി, കോൺഗ്രസ് MLC, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ്, ഇവരുടെയൊക്കെ സ്പിരിറ്റ് നിർമ്മാണശാലയിൽ നിന്ന് കേരളത്തിലേക്ക് സ്പിരിറ്റ് വരികയാണ്. 4200 കോടിയുടെ വലിയ നഷ്ടമാണ് കേരളത്തിന് അതിലൂടെ ഉണ്ടാവുന്നത്. വലിയൊരു സാധ്യതയാണ് കേരളത്തിന് ഇതിന്റെ ഫലമായിട്ട് നഷ്ടപ്പെടുന്നത്. GST 210 കോടിയുടെ നഷ്ടം വരുന്നതാണ് കണക്കാക്കുന്നത്. ഈ എത്തനോളിന്റെ ഡിമാൻഡ് കൂടി വരുമ്പോൾ 4200 കോടിയുടെ സ്പിരിറ്റ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് GSTയിൽ മാത്രം ഉണ്ടാവുന്ന നഷ്ടം 210 കോടിയാണ്. പിന്നെ തൊഴിലവസരങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിലെ ലാഭം, ഇതെല്ലാം വസ്തുതയായിട്ട് നമ്മുടെ മുമ്പിലിരിക്കുക. അതിനെയാണ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പം ഈ 4200 കോടി കേരളത്തിന് ലാഭിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത്രയും വലിയ ബിസിനസ് കേരളത്തിൽ നിർത്താൻ കഴിയുന്ന, അതിൻ്റെ GST കേരളത്തിന് ആർജിക്കാൻ കഴിയുന്ന ഒരു നടപടി സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷം എതിർക്കുന്നതിൻ്റെ പിന്നിൽ ദുരൂഹതയില്ലേ? ആർക്ക് വേണ്ടിയാണ് എതിർക്കുന്നത്? മുൻ പ്രതിപക്ഷ നേതാവ് കേരളത്തിന് പുറത്തുള്ള സ്പിരിറ്റ് നിർമ്മാണ കമ്പനി പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ? അദ്ദേഹം മറുപടി പറയട്ടെ. ഉണ്ടോ ഇല്ലയോ? നടത്തിയിട്ടുണ്ടോ? നടത്തിയെങ്കിൽ എന്താണ് ചർച്ച ചെയ്തത്? മുൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം മഹാരാഷ്ട്രയുടെ ചാർജുള്ള ആളാണ്. കർണാടകയുടെ രക്ഷാകർതൃത്വത്തിലാണല്ലോ കേരളത്തിലെ കോൺഗ്രസ് മുഴുവൻ കഴിയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് വരുന്നത് മഹാരാഷ്ട്ര, 2ാമത് വരുന്നത് കർണാടക. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല. ഇതാണ് വാദം. പിന്നെ പഞ്ചായത്തിന്റെ വാദമൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞല്ലോ. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിനെ അറിയിച്ചില്ല എന്നുള്ള വാദമൊക്കെ പൊളിഞ്ഞു. രേഖാമൂലം പഞ്ചായത്തിനെ അറിയിച്ചിരുന്നു. 1 വർഷം മുമ്പ് പഞ്ചായത്ത് അതിന് അനുമതിയും കൊടുത്തിട്ടുണ്ട്. ശരി, തൽക്കാലം ഇപ്പം ചുരുക്കാം, ഇനി ചോദ്യങ്ങളാവാം. അങ്ങനെ CPIയുടെ ഒരു പ്രസ്താവനയും വന്നിട്ടില്ലല്ലോ. അത് ഇത്രയും വസ്തുതകൾ വിശദീകരിച്ചാൽ അത് അവർക്കും ബോധ്യം വരും. ഞാൻ ഇത്രയും വസ്തുതയൊന്നും വിശദീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. വെള്ളത്തിൻ്റെ ഇത്രയും വിശദമായ ചർച്ചയും വന്നിട്ടില്ല. ഇത് വിശദീകരിച്ചാൽ സാധാരണഗതിയിൽ ആർക്കും ബോധ്യം വരാതിരിക്കില്ല, എല്ലാവർക്കും ബോധ്യം വരും. പ്രതിപക്ഷ നേതാവിനും മുൻ നേതാവിനും മാത്രമേ അംഗീകരിക്കാൻ പ്രയാസമുണ്ടാവൂ. സാധാരണ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യർക്കും മനസ്സിലാവുന്ന, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കണക്കുകളാണ് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ. വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ടില്ല ഇന്നത്തെ ജനയുഗം ലേഖനം. അതിലങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കാര്യത്തിൽ തൃപ്തികരമായിട്ടുള്ള വിശദീകരണമാണിത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കണക്കുകൾ ഏതെങ്കിലും തെറ്റാണ് എങ്കിൽ, അതെ, കൃഷിക്ക് വെള്ളം എത്തണം എന്നല്ലേ ആവശ്യം, അതിനുള്ള വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ കണക്കല്ലേ വിശദീകരിച്ച് ഞാൻ വീണ്ടും വിശദീകരിക്കണം? സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു പ്രസ്താവന സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെതായി കണ്ടിട്ടില്ല. ഇപ്പം നിങ്ങൾ പറയുന്നു ഇന്ന് ജനയുഗത്തിൽ ലേഖനമുണ്ട് വെള്ളത്തെ സംബന്ധിച്ച്. വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം വ്യക്തത വരുത്തി, കണക്ക് സഹിതം. അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അതൊന്നും ലംഘിച്ച് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള ഇത് പ്രാരംഭാനുമതിയാണ്. ബാക്കിയുള്ള അനുമതികൾ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നല്ലേ അവരെടുക്കേണ്ടത്. അപ്പോൾ അവസാനം ഇനി വീണ്ടും എക്സൈസ് അനുമതി കൊടുക്കണം. അതാണ് ഈ പ്രാരംഭാനുമതി എന്ന് പറയുന്നത്. ഇനി ഡിസ്റ്റിലറി പ്രവർത്തിക്കണമെങ്കിൽ വേറെ അനുമതി കൊടുക്കണമല്ലോ. എങ്ങനെയാണ്? എക്സൈസ് കമ്മീഷണർ സർക്കാരിലേക്ക് അന്തിമ റിപ്പോർട്ട് നൽകിയത് 28/5/2024 എൻ്റെ മുഴുവൻ നാൾ വഴി ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എക്സൈസ് കമ്മീഷണർ സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയത് 28/5/2024. അത് പിന്നീട് മറ്റേ എക്സൈസ് വകുപ്പ് മുഖ്യമന്ത്രിക്ക് അയച്ചു. മുഖ്യമന്ത്രി
ക്യാബിനറ്റിലേക്ക് അയച്ചു. ക്യാബിനറ്റ് നോട്ടായിട്ട് വരുന്നുണ്ട്. എല്ലാ സാവകാശവും എടുത്തിട്ടാണ് ചെയ്തത്. ഒരു പ്രയാസമില്ല, ഒരു പ്രയാസമില്ല, ഒരു പ്രയാസമില്ല. ഇതിൽ ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് ഒരു ആശങ്കയോ ഒന്നുമില്ല. അതുകൊണ്ടല്ലേ ഈ ക്യാബിനറ്റ് നോട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം അതിനെപ്പറ്റി നിങ്ങൾ ആരും ചോദിച്ചതുമില്ല. നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്നതിൽ ഈ മാധ്യമങ്ങൾക്കൊരു വലിയ പങ്ക് സമൂഹത്തിലുണ്ടല്ലോ. അത് ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. അല്ല, ഒരാളുടെ കഴിഞ്ഞിട്ട് മറുപടി പറയണ്ടേ? അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അജിതയ്ക്ക് പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്, എനിക്ക് സത്യമായിട്ട് പറയാനുള്ള അവകാശമുണ്ട്. ആയിക്കോട്ടെ, അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാനിച്ചാൽ മതി. അത് മാനിച്ചാൽ മതി. അതെ, ആ പ്രതിഷേധത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് വസ്തുതയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം വ്യക്തമാക്കി വിശദമായിട്ട് ആദ്യത്തെ പത്രസമ്മേളനം പാലക്കാട്ടാണ് നടത്തിയത്. ഞാൻ പറഞ്ഞു ഒരു പ്രധാന പത്രം ചെയ്തത് എന്താണെന്നുള്ളത്. അതിനെതിരായ വാർത്ത എത്രയോ ദിവസമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ സംസ്ഥാനത്താകെ കൊടുക്കുന്നു. 1-ാം പേജ് ലീഡാണ്. മന്ത്രി വിശദീകരിച്ചത് പാലക്കാട് ജില്ലയിൽ മാത്രം. ഒരേ പ്രാധാന്യത്തിലാണോ കൊടുക്കുന്നത്? അല്ല, ഒരേ പ്രാധാന്യത്തിലല്ല കൊടുക്കുന്നത്. അപ്പോൾ പരമാവധി ആശയക്കുഴപ്പം ഉണ്ടാക്കുക, ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമായ പ്രചരണം, അതിന് ഭയങ്കരമായ വിസിബിലിറ്റി കൊടുക്കുക, വിശദീകരിച്ചാൽ തമസ്കരിക്കുക, ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക. ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഇനിയും പറയാം. പിന്നെ ഒരു ഉദാഹരണം കൂടി പറയാം. ഇപ്പോൾ ഈ കർണാടകയിലെ മന്ത്രിക്ക് സ്പിരിറ്റ് കമ്പനി ഉള്ള കാര്യം, കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്, MLC-ക്ക്, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റിന്, ഇതെല്ലാം പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. ഇപ്പം ഞങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ എത്ര സമാധാനം ഇതിന് പറയേണ്ടി വരും? ആരെങ്കിലും ഇതുവരെ ചോദിച്ചതായോ അതിന് മറുപടി പറഞ്ഞതായോ ഞാൻ കണ്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവിനോടോ മുൻ നേതാവിനോടോ ഒക്കെ ചോദിക്കണ്ടേ? ഇങ്ങനെ ഞാൻ തെളിവ് സഹിതല്ലേ പറഞ്ഞത്? തെളിവ് സഹിതാണ്. അത് കണ്ടെത്താൻ ഭയങ്കര വൈഭവമൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ആർക്കും കണ്ടെത്താമായിരുന്ന കാര്യമാണ്. അവരുടെ വെബ്സൈറ്റിൽ തന്നെയാണ്. വനിതാ ശിശുക്ഷേമ മന്ത്രി കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് സ്പിരിറ്റ് കമ്പനിയുണ്ട്. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് വരുന്ന 2ാമത്തെ സംസ്ഥാനം കർണാടകയാണ്. ഇവിടെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ കോൺഗ്രസ് എതിർക്കുന്നു. ഒരു ബന്ധവും ഇതൊന്നും തമ്മിലില്ല. അതൊരു ചോദ്യമേ അല്ല അല്ലേ? കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയേണ്ട ഒരു ചോദ്യമല്ലേ? അവർക്ക് വിശ്വാസം വരും. അല്ല, അവരാരും പരസ്യമായിട്ട് ഞങ്ങൾക്കിതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ബാക്കിയെല്ലാം പരാജയപ്പെട്ടപ്പോൾ, ബാക്കി എല്ലാ ആരോപണങ്ങളും, ടെൻഡർ മിണ്ടുന്നില്ലല്ലോ. പിന്നെ വെള്ളത്തിലൊന്ന് പിടിച്ചു നോക്കി, വെള്ളത്തിൻ്റെ കാര്യങ്ങളിലൂടെ പറഞ്ഞു. എല്ലാം പരാജയപ്പെട്ടപ്പോൾ ഇനി ഘടകകക്ഷികളെ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട. അവർക്ക് ഇക്കാര്യങ്ങളിലെല്ലാം വിശ്വാസം വരും. വെള്ളത്തിൻ്റെതാണ്. നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവരുയർത്തുന്ന ആശങ്ക വെള്ളത്തിൻ്റെതാണ്. വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു. ആ കണക്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, അവ്യക്തതയുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാം. ഞാൻ വ്യക്താക്കാൻ കൂടുതൽ ചോദിക്കല്ല. രക്ഷപ്പെടേണ്ടെന്ന് അവരോടാ പറഞ്ഞു, പ്രതിപക്ഷത്തോടെ പറഞ്ഞത്. നിങ്ങളെ ഉദ്ദേശിച്ചേ പറഞ്ഞതല്ല. എല്ലാം നിങ്ങളെ ഉദ്ദേശിച്ചാൽ തെറ്റിദ്ധരിക്കരുത്. ഏതാ ഘടകകക്ഷികളെ ചാരി രക്ഷപ്പെടാം എന്ന് കരുതരുത് എന്ന് പ്രതിപക്ഷത്തോടാണ്. നിങ്ങളോട് പറയാനുള്ള ഞാൻ ഒരു മടിയിലാണ് നിങ്ങളോട് നേരിട്ട് പറയുന്ന ആളല്ലേ. നിങ്ങളും പ്രതിപക്ഷം ഒന്നാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ കാണുന്നില്ല ഞാൻ. യെസ്, ഇവിടെ ഒരു ഘടകകക്ഷിയുടെയും പ്രസ്താവന വന്നിട്ടില്ല. അങ്ങനെയല്ലേ? ഒരു ഘടകകക്ഷിയും ഇതിന് ഈ പറയുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയിട്ടില്ല. മാധ്യമങ്ങളിൽ പല വാർത്തകളും വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാനിപ്പോൾ ഇവിടെ വീണ്ടും ഒരിക്കൽ കൂടി വ്യക്താക്കാം. വെള്ളത്തെ സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള ആശങ്ക സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ അനാവശ്യമായിട്ടുള്ള സൃഷ്ടിക്കപ്പെട്ട ആശങ്കയിൽ പലരും പെട്ടുപോയിട്ടുണ്ടാവും. മലമ്പുഴ ഡാമിൽ നിന്ന് പാലക്കാട് നഗരത്തിന് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ 1.1% മാത്രമാണ് ഇവിടെ ഈ പ്ലാന്റിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്നത്. 1.1%. ഞാൻ ചുരുക്കി പറയാം, വിശദമായ കണക്ക് പറഞ്ഞതാണല്ലോ, വീണ്ടും ഒരിക്കൽ കൂടി പറയാണ്. അതിന് പുറമെ 5 ഏക്കറയിൽ മഴവെള്ള സംഭരണിയും അവിടെ സ്ഥാപിക്കും. അതുകൊണ്ട് എന്താണ് ആശങ്ക? ഒന്ന്, ഭൂഗർഭജലം എടുക്കുമോ എന്നുള്ളതാണ് അല്ലേ? അതല്ലേ ആശങ്ക? ഇതാ വീണ്ടും ആ പാലക്കാട്ട് പറഞ്ഞു, ഇവിടെ പറയുന്നു. എത്ര വട്ടം ആവർത്തിക്കണം? ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കാൻ അനുവദിക്കില്ല. കഴിഞ്ഞില്ല. ഒരു തുള്ളി ഭൂഗർഭജലം അനുവദിക്കില്ല. അത് പറയേണ്ട ആൾ ഞാനാണ്, ഈ സർക്കാരാണ്. അതാണ് ഇപ്പോൾ പറയുന്നത്. അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. 2, മലമ്പുഴയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാൻ, പ്രത്യേകിച്ച് അധിക വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല. ഉമ്മൻചാണ്ടി അധ്യക്ഷനായിട്ടെടുത്ത തീരുമാനമുണ്ട്, ആ യോഗത്തിൻ്റെ തീരുമാനമുണ്ട്. 10 MLD എന്ന് പറഞ്ഞാൽ 10 ദശലക്ഷം ലിറ്റർ പെർ ഡേ വെള്ളം കിൻഫ്രയ്ക്ക് കൊടുക്കാൻ. ആ വെള്ളത്തിൽ നിന്ന് ഇപ്പോൾ കൊടുക്കുന്നത് കിൻഫ്രയ്ക്കും IIT-ക്കുമാണ്. കിൻഫ്രയ്ക്ക് കൊടുക്കുന്നതിൽ നിന്ന് ഇവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൊടുക്കും. അത് ജലവിഭവ മന്ത്രിയും വ്യക്തമാക്കിയതാണ്.
CP-യുടെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തോളാം, അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കരുത്, അത് ഞങ്ങൾ ചർച്ച ചെയ്തോളാം. ഞങ്ങൾ അവരോട് സംസാരിക്കുമല്ലോ. അത് ഈ കണക്കുകളെല്ലാം ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ പറഞ്ഞു. അവരോട് സംസാരിക്കുമ്പോഴും അങ്ങനെ സംസാരിക്കേണ്ട ഘട്ടം വന്നാൽ ഈ കാര്യം വിശദീകരിക്കാം. ഇപ്പം ഏറെക്കുറെ ഈ കണക്കുകൾ നിങ്ങൾക്കെല്ലാം ബോധ്യം വന്നല്ലോ, പിന്നെ CPIക്ക് ബോധ്യം വരാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല. സാധാരണ സർക്കാർ നടപടിക്രമങ്ങൾ എങ്ങനെയാണോ അതനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. സർക്കാർ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ്. ഇത് എക്സൈസ് വകുപ്പിന് മാത്രം തീരുമാനിക്കാവുന്ന കാര്യമാണ്. എക്സൈസ് വകുപ്പ് മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോയിട്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഇനി മറ്റ് വകുപ്പുകളുടെ അനുമതി ഇവർ നേടേണ്ടതാണ് ഓരോ ഘട്ടത്തിൽ. അതല്ലേ ഞാൻ ഉത്തരവ് വായിച്ചത്, 2016 ഉത്തരവ് വായിച്ചില്ലേ? നിങ്ങളത് വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇന്നത് പുറത്തുവിടുമ്പോൾ ചോദിക്കുമായിരുന്നു, ഇത് വെബ്സൈറ്റിലുള്ളതല്ലേ എന്ന്. നിങ്ങളാരും ചോദിച്ചത് എനിക്കറിയില്ല. അല്ല, ഇത് വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നല്ലോ. ഈ ഉത്തരവ് നിങ്ങളെല്ലാം നോക്കിയതല്ലേ അല്ലേ? ഈ ഉത്തരവ് നിങ്ങൾ നോക്കിയിട്ടാണല്ലോ ഇങ്ങനെ അനുമതി കൊടുത്തു എന്നുള്ള വാർത്ത വരുന്നത് അല്ലേ? അത് ഞാൻ ചോദിക്കുന്നത്, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണല്ലോ. അത് ഞങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് തന്നെ. ഞങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്താം. വേറെ എന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ടോ അതൊഴിച്ച്? അല്ല, ഒരു മിനിറ്റ്. ശരി, ഇപ്പോൾ ഏക പ്രശ്നം LDF ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്തുന്നത് സംബന്ധിച്ചാണ്. അത് ഞങ്ങളുടെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തമാണ്. LDF അക്കാര്യം ചർച്ച ചെയ്യുകയും ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തുകയും ചെയ്യും. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, പ്രതിപക്ഷം ഉന്നയിച്ച ബാക്കി എല്ലാ ആരോപണങ്ങൾ സംബന്ധിച്ചും ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? പഞ്ചാബിൽ അനുമതി കൊടുത്തത് അമരീന്ദർ സിംഗിൻ്റെ ഗവൺമെൻറ് ആയിരുന്നു. അമരീന്ദർ സിംഗിൻ്റെ ഗവൺമെൻറ് ഭൂഗർഭജലം എടുക്കുന്നതിന് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റ്. ഇവിടെ ഞാൻ ആവർത്തിച്ചിവിടെ വ്യക്തമാക്കി, ഈ സർക്കാരിൻ്റെ കാലത്ത് അത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഒരിറ്റ് ഇത് സീറോ ഡിസ്ചാർജ് ടെക്നോളജിയാണെന്ന് ആദ്യം തന്നെ വ്യക്തമാക്കി. അതെല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട. കാരണം അത് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അസംബന്ധങ്ങൾ പ്രചരിപ്പിച്ചും അപവാദങ്ങൾ ഭയന്നും നാടിൻ്റെ താല്പര്യത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികളിൽ നിന്ന് പിന്മാറാൻ കേരള കൗമുദിയുടെ എഡിറ്റോറിയൽ ഞാൻ കഴിഞ്ഞ തവണ ഉദ്ധരിച്ചിരുന്നു. അങ്ങനെയും ഒരഭിപ്രായം ഉണ്ടല്ലോ നാട്ടിൽ. ഇതിൽ നിന്ന് സർക്കാർ അപവാദങ്ങളെ ഭയന്ന് പിന്മാറില്ല. അത്രയും ധൈര്യവും ആത്മവിശ്വാസവും സർക്കാരിനുണ്ട്. ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്ന് പറയാമല്ലോ. സർക്കാരിന് ധൈര്യവും ആത്മവിശ്വാസവും ഇക്കാര്യത്തിലുണ്ട്. അതനുവദിച്ച് തന്നതിന് നന്ദി. അതനുവദിച്ച് തന്നതിന് പ്രത്യേകം നന്ദി. അല്ല, മറ്റേ ഇതിൻ്റെ കൂടെ പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് ഒരവസരം നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് തരാം. കുറച്ചുകൂടി കഴിഞ്ഞിട്ടാവാം. ഇതിൻ്റെ കൂടെ പ്രഖ്യാപിച്ചാലേ വൈകാതെ വരും, പുതിയ മദ്യനയം വരും. അതെ, നേരത്തെ ഇവിടെ പറഞ്ഞു, എല്ലാ വാർത്തയും തുല്യ പ്രാധാന്യത്തോടെയാണ് കൊടുക്കുന്നത്, വളരെ നിഷ്പക്ഷമായിട്ടാണ് കൊടുക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ വാർത്തകളെ വളച്ചൊടിക്കുകയും തമസ്കരിക്കുകയും ചെയ്യുന്നത് എന്നതിൻ്റെ ഉദാഹരണം ഇന്നലെ തൃശ്ശൂരിൽ കണ്ടില്ലേ? ഇന്നലെ ഞാനൊരു വിഷ്വൽ കണ്ടു, യാദൃശ്യമായിട്ട് ഓഫീസിലിരിക്കുമ്പോൾ കാണുകയാണ്. ഒരു കുട്ടിയെ മാരകമായിട്ട് തല്ലുന്ന. അപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് തന്നെ മനസ്സിലാവുന്നില്ല. ഇത് കലോത്സവത്തിലുള്ള അടിയാണെന്നും ഒക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത്. ഈ വലിയ മുട്ടൻ വടികളൊക്കെ ഉപയോഗിച്ച്, കസേരയൊക്കെ ഉപയോഗിച്ച് തല്ലിച്ചിറക്കിയാണ്. പിന്നീടാണ് ഇത് മർദ്ദനമേറ്റത് SFIയുടെ യൂണിറ്റ് സെക്രട്ടറിക്കാണ്, തൃശ്ശൂർ കേരള കോളേജിൽ നിന്ന് അറിയുന്നത്. ഇന്ന് പത്രം കൊടുത്തത് എങ്ങനെയാണ്? ആ പടം, ഈ ഭീകരമായി തല്ലുന്ന പടം കൊടുത്തിട്ട് പറഞ്ഞു SFI KSU സംഘർഷം. അവിടെ തല്ല് കൊണ്ടവനാരാണെന്നും തല്ലിയവനാരാണെന്നും ഇല്ല. തൊട്ടു താഴെ ഒരു ആംബുലൻസിന് നേരെ ആക്രമണം എന്നതിൽ കൃത്യമായിട്ടുണ്ട്. KSU പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസ് SFI പ്രവർത്തകർ തല്ലിയിരുന്നു. അവിടെ കർത്താവുണ്ട്, കർമ്മമുണ്ട്, എല്ലാമുണ്ട്. നല്ല ഗ്രാമാറ്റിക്കലി കറക്റ്റാ. പക്ഷെ അപ്പുറത്തുള്ളതിലോ ആരെ തല്ലിയെന്നില്ല. അല്ല, മൂന്നാമത്തെ പടം എന്തായിരുന്നു? ഈ ആംബുലൻസിലേക്ക് കൊണ്ടുപോയ, അതിപ്പോൾ പുറത്തു വന്നു. മൂന്നാമത്തെ അല്ല, 2 പടം പുറത്തു വന്നു. മൂന്നാമത്തേത് ഇപ്പോൾ 2 പടം പത്രം പ്രസിദ്ധീകരിച്ചു. പത്രം പ്രസിദ്ധീകരിക്കാത്തൊരു പടം പുറത്തിപ്പോൾ വന്നു. ആംബുലൻസിൽ പോയ KSU പ്രവർത്തകർ ആംബുലൻസിനകത്ത് ആഘോഷിക്കുന്നതാണ് അല്ലേ? ഒരാൾ സ്റ്റാറ്റസ് ഇട്ടെന്ന് പറഞ്ഞു, എന്താണ്, നാം സേഫാണ് അല്ലേ, സേഫാണെന്ന് സ്റ്റാറ്റസ് ഇട്ടതായിട്ട് അറിഞ്ഞു. ആ പടം കണ്ടു. അപ്പോൾ ഇതാണ് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനത് പറയുന്നതിന് എന്നോട് വിഷമിച്ചിട്ടോ പരിഭവിച്ചിട്ടോ കാര്യമില്ല. ഇത് വസ്തുതയല്ലേ? ഈ കാര്യം ശരിയല്ലേ? ഇനി ഞാൻ നേരത്തെ പറയാൻ ഒരു കാര്യം കൂടി വിട്ടുപോയി. ഈ മഴനിഴൽ പ്രദേശമാണ്, അവിടെ മഴവെള്ള സംഭരണി നടക്കുമോ എന്ന് ചോദിക്കുന്ന പലരുണ്ടല്ലോ. അവരോടാണ് ഞാൻ അഹല്യയുടെ കാര്യം പറഞ്ഞത്. അഹല്യയിൽ മഴവെള്ള സംഭരണി ഉണ്ടെന്ന് മാത്രമല്ല, മലയാള മനോരമയുടെ പലതുള്ളി പുരസ്കാരം കൊടുത്തത് അതിനാണ് താനും. ആ കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ മഴവെള്ള സംഭരണി ഉണ്ടാവും, മഴവെള്ളം സംഭരിക്കാൻ പറ്റും, അതിന് പുരസ്കാരവും കിട്ടാൻ പറ്റിയ സ്ഥലമാണ്. അതെനിക്ക് അറിഞ്ഞുകൂടാ.
അല്ല, അറിയേണ്ട കാര്യങ്ങളെ അറിയാറുള്ളൂ. ഞാൻ ഈ പരദൂഷണം അങ്ങനെ അന്വേഷിച്ച് നടക്കാറില്ല. അതുകൊണ്ട് അത് അവാർഡ് പ്രഖ്യാപിച്ചതല്ലേ, അതിലെന്താ? അവാർഡ് പ്രഖ്യാപിച്ച കാര്യമല്ലേ, നല്ല കാര്യമല്ലേ. ഞാൻ അല്ലെന്ന്, മനോരമ ഇങ്ങനെ ഒരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിങ്ങൾ എന്തിനാണത് നെഗറ്റീവായിട്ട് എടുക്കുന്നത്? അല്ല, എനിക്കറിയില്ല, അറിയാത്ത കാര്യമാണ്, അതുകൊണ്ടാ. ആണോ? ആണോ? എനിക്കറിയില്ല, അതുകൊണ്ടാ. എനിക്കറിഞ്ഞൂടാ. വസ്തുതയാണെങ്കിൽ ശരി. ഞാൻ പറഞ്ഞ, ഞാന് ഇതിന്റെ ബന്ധുത്വം അന്വേഷിച്ച് പോയിട്ടില്ല എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ ബന്ധുത്വത്തിന് അങ്ങനെ പറയരുത്. അല്ലല്ലല്ല, അതങ്ങനെയല്ല. കാരണം മലയാള മനോരമ പ്രഖ്യാപിച്ച് നടത്തുന്ന പുരസ്കാരം എല്ലാ വർഷവും ഉണ്ട്, ഇല്ലേ? പലതുള്ളി പുരസ്കാരം എല്ലാ വർഷവും ഉള്ളതാണ്. അവര് പ്രസിദ്ധീകരിച്ച് സമ്മാനം കൊടുത്ത് പടവും വാർത്തയും പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു കാര്യം ഞാൻ പറയുന്നതിൽ എന്തിനാണ് ഒരു ബുദ്ധിമുട്ട് തോന്നേണ്ടത്? അത് അഭിനന്ദനാർഹമായൊരു കാര്യമല്ലേ, അഭിനന്ദനാർഹമായൊരു കാര്യമല്ലേ. ഞാൻ പറഞ്ഞത് പലതുള്ളി പുരസ്കാരം കിട്ടാൻ മാത്രം മെച്ചപ്പെട്ട മഴവെള്ള സംഭരണം അവിടെ സാധ്യമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എനിക്കറിഞ്ഞൂടാ, അറിയുന്ന കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. പൂർണ്ണമായും വസ്തുത. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, മഴവെള്ളം അവിടെ സംഭരിക്കാൻ പറ്റുന്നുണ്ട്, അതറിയാം. നിഴലുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിഞ്ഞൂടാ. മഴവെള്ളം അവിടെ സംഭരിക്കാൻ പറ്റുന്നുണ്ട്. 24 കോടി ലിറ്റർ മഴവെള്ളം സംഭരിച്ച സ്ഥലമുണ്ട്. അവിടേക്കല്ലേ നമ്മൾ പോകുന്നത്? അപ്പോ 17-ാം തീയതി നമ്മൾ പോകുന്നുണ്ടല്ലോ. ഏതാ പ്രസ്തുത പത്രം? ആണ്. ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ ചെലവിൽ പറയാൻ ശ്രമിക്കരുത്. ഞാൻ പറയാറില്ല അങ്ങനെ. ഞങ്ങളെ വിമർശിക്കാറുണ്ട്, ഞങ്ങളെ ശക്തമായിട്ട് എതിർക്കാറുണ്ട്, ഞങ്ങളതിനെ നേരിടാറുമുണ്ട്. അത്ര ആ ബന്ധമാണ്, വിമർശനാത്മക ബന്ധമാണുള്ളത് ഞങ്ങൾക്ക്. അത് പക്ഷേ ഞങ്ങൾക്ക് നിർവഹിക്കാതിരിക്കാൻ മാർഗമില്ല. കാരണം നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ ശക്തമായിട്ട് ഏകപക്ഷീയമായിട്ട് എതിർക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിനെ നേരിട്ടേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സമീപനം എടുക്കരുത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം നിങ്ങളെക്കുറിച്ച് പറയും, നിങ്ങൾ മിണ്ടാതിരുന്ന് കേട്ടോളണം എന്ന് പറഞ്ഞാൽ അത് പ്രയാസമല്ലേ? അത് പറ്റുമോ? എന്നാ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. ഒരു കാര്യവും, ഒരു വിമർശനം ഞങ്ങൾക്കില്ല. ആശങ്കകൾ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. ആ ആശങ്കയൊക്കെ പരിഹരിക്കും. അപ്പോൾ വേറെ എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ അത് വല്ലതും സാധ്യത ഉണ്ടോയെന്നാണ് നോക്കുന്നതല്ലേ? ശരി, അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാമല്ലോ. 17-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് മഴവെള്ള സംഭരണം നമുക്ക് കാണാം.